How can we induce electricity using a solenoid and magnet? ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടന്റായ സോളിനോയിഡ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ്. ഇതിനായി നമുക്ക് ഒരു സോളിനോയിഡ്, ഒരു ബാർ മാഗ്നറ്റ്, പിന്നെ ഒരു ഗാൽവനോമീറ്റർ എന്നിവ ആവശ്യമാണ്. ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിലെ കറന്റ് ഡിറ്റക്ട് ചെയ്യാനാണ്. ആദ്യം നമ്മൾ മാഗ്നറ്റും സോളിനോയിഡും അടുത്തടുത്ത് സ്റ്റേഷനറിയായി വെക്കുന്നു. ഇപ്പോൾ ഗാൽവനോമീറ്ററിൽ നോക്കൂ, ഒരു ഡിഫ്ലക്ഷനും കാണാൻ സാധിക്കില്ല. ഇനി നമുക്ക് മാഗ്നറ്റിനെ സോളിനോയിഡിനുള്ളിലേക്ക് സ്പീഡിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഇതിനർത്ഥം അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടായി എന്നാണ്. ഇനി ഈ മാഗ്നറ്റിനെ സോളിനോയിഡിന്റെ ഉള്ളിൽ വെറുതെ വെച്ചാലോ, നീഡിൽ വീണ്ടും പൂജ്യത്തിലേക്ക് തിരിച്ചുവരും. അതായത് കറന്റ് ഉണ്ടാകില്ല. മാഗ്നറ്റ് പുറത്തേക്ക് വലിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റ് മൂവ് ചെയ്താൽ മാത്രമേ കറന്റ് ഉണ്ടാകൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് മാഗ്നറ്റിനെ ഫിക്സഡ് ആക്കി വെച്ചിട്ട് സോളിനോയിഡ് മൂവ് ചെയ്ത് നോക്കാം. അപ്പോഴും ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. സോളിനോയിഡ് അടുത്തേക്ക് വരുമ്പോഴും അകലേക്ക് പോകുമ്പോഴും കറന്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്കാം. മാഗ്നറ്റും സോളിനോയിഡും ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഡിഫ്ലക്ഷൻ കാണില്ല. കാരണം അവിടെ റിലേറ്റീവ് മോഷൻ ഇല്ല. അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാകണമെങ്കിൽ മാഗ്നറ്റും കോയിലും തമ്മിൽ റിലേറ്റീവ് മോഷൻ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള മൂവ്മെന്റ് നടക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യപ്പെടുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. കറന്റ് കൂട്ടാൻ നമുക്ക് സ്ട്രോങ് മാഗ്നറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് വർദ്ധിപ്പിക്കാം. സ്പീഡ് കൂട്ടി മൂവ് ചെയ്താലും കൂടുതൽ കറന്റ് ലഭിക്കും. ഈ സിമ്പിൾ പ്രിൻസിപ്പിളാണ് വലിയ ജനറേറ്ററുകളിലെല്ലാം ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അടുത്തതായി ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.